ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? ഇന്നലെ നമ്മളെ പ്രധാന ജീവ വന്നിട്ടുണ്ടല്ല, നമ്മളെ നാടിന്റെ നമ്മളെ രാജ്യത്തിന്റെ അവസ്ഥയുണ്ടല്ല, പറയാതെ അങ്ങ് പറഞ്ഞു. അതായത് ഇനി ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങാൻ പാടില്ല, വിദേശ യാത്രകളുണ്ടല്ല, വിദേശ യാത്രകളൊക്കെ കുറക്കണം എന്ന് പറഞ്ഞു തുടങ്ങിയ നമ്മളെ പ്രധാന ജീ ഉണ്ടല്ല, ഇനി അങ്ങോട്ടേക്ക് പെട്രോളും ഡീസലും ഉപയോഗിക്കുന്നതൊക്കെ കുറക്കണം, എന്നിട്ട് പൊതുഗതാഗതം സ്വന്തമായ വാഹനം ഓടിക്കാൻ പാടില്ല, പൊതുഗതാഗതം ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് ഒന്നൊന്നര ഡയലോഗ് അടിച്ചിട്ട് ഒരൊറ്റ മുങ്ങലങ്ങ് മുങ്ങി. നമ്മളെ മൂത്തജി വന്നിട്ട് അമ്മാതിരി വർത്താനം എന്തുകൊണ്ടാ പറഞ്ഞത്? ബോധവും വിവരവും എല്ലാവർക്കും മനസ്സിലായിട്ടാ. അതായത് നമ്മളെ കയ്യിലുണ്ടല്ല ഇന്ധനം നെഹി, സ്റ്റോക്ക് നെഹി, തീർന്നു. പക്ഷെ നമ്മളെ സംഖ്യകളുണ്ടല്ല, സംഖ്യകൾ മാത്രം അത് സമ്മതിക്കുന്നില്ല. അവരുണ്ടല്ല ഇതിന് ഇപ്പോഴും വീണ്ടും വീണ്ടും ന്യായീകരിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്തിന് ഇതൊക്കെ പോട്ടെ, ഗ്യാസ് ഉണ്ടല്ലോ, നമ്മളെ വീട്ടിലേക്ക് ഉണ്ടല്ലോ ഗ്യാസ് 45 ദിവസം കഴിഞ്ഞാൽ മാത്രമേ കിട്ടുന്നുള്ളൂ. എന്നിട്ട് ഇവന്മാരുടെ ഈ സംഖ്യകൾ തള്ളുന്നത് ഗ്യാസിന് ഒരു ക്ഷാമമില്ലാന്നാണ് ഈ സംഖ്യകൾ തള്ളുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മളെ മുത്തജി വന്ന് തള്ളില്ലേ, ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് സംഖ്യകൾ ഒരു ചാനലിരുന്നിട്ട് എമ്മാതിരി വർത്താനം എന്നറിയാം, ഒരു ഒന്നൊന്നര തള്ളു. ആ തള്ളു നമുക്കൊന്ന് കേട്ടിട്ട് വന്നാലോ? കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ആഹ്വാനവുമായിട്ട് രംഗത്തെത്തിയിരുന്നു. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആഹ്വാനങ്ങളുമായിട്ട് രംഗത്തെത്താറുണ്ട്. രാജ്യത്ത് കോളിളക്കം സൃഷ്ടിക്കുന്ന എന്തെങ്കിലുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയാൻ പോകുന്നത് എന്നെല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്നത്. രാജ്യം വീണ്ടും ഒരു ലോക്ക്ഡൌണിലേക്ക് പോകാൻ പോവുകയാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. മാധ്യമങ്ങളെല്ലാം പറയുന്നത് രാജ്യം വീണ്ടും ഒരു ലോക്ക്ഡൌണിലേക്ക് അല്ലെങ്കിൽ ലോക്ക്ഡൌണിന് സമാനമായ രീതിയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു വർഷത്തേക്ക് രാജ്യത്തെ ജനങ്ങളോട് വിദേശ യാത്രകൾ മാറ്റിവെക്കാനായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഒരു വർഷത്തേക്ക് ആഘോഷവേളകളിൽ സ്വർണം നിങ്ങൾ വാങ്ങരുത് എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്യുന്നു. നിങ്ങൾ പരമാവധി മെട്രോയിൽ യാത്ര ചെയ്യാൻ ശ്രമിക്കണം എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്യുന്നു. പരമാവധി കാർ പൂളിംഗ് സൗകര്യം പ്രയോജനപ്പെടുത്തണം എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നു. ചരക്ക് നീക്കത്തിനായി റെയിൽവേ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തണം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു. അതിനോടൊപ്പം അദ്ദേഹം പറഞ്ഞ വേറൊരു വലിയ കാര്യമുണ്ട്. പെട്രോൾ ഉപയോഗം, ഇത് ലാവിഷായിട്ട് പെട്രോൾ ഉപയോഗിക്കരുത്, ഈ പെട്രോൾ ഉപയോഗം കുറയ്ക്കണം എന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നു. ഇതിനെ വലിയ രീതിയിൽ പരിഹസിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ പല നേതാക്കളും രംഗത്തെത്തുന്നുണ്ട്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ആഹ്വാനങ്ങളുമായി എത്തേണ്ടത് എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. പക്ഷേ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ രാജ്യത്ത് പെട്രോൾ വില പിടിച്ചു നിർത്തിയിരിക്കുന്ന ലോകത്തിലെ ഒരു രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അതും ഇത്രയും വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ വെച്ചിട്ട് ഒരു വലിയ കാര്യമാണ്. പെട്രോൾ കമ്പനികൾക്ക് ഇതിൽ നഷ്ടം 30,000 കോടിയാണ്. സർക്കാരും ഇതിൽ നഷ്ടം സഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടല്ലോ, സർക്കാരും എണ്ണ കമ്പനികളും നമ്മളെ രാജ്യത്തുണ്ടല്ല, ഈ രാജ്യത്ത് നഷ്ടം സഹിക്കുന്നു പോലും. എന്റെ മോനെ, നീ എവിടുന്നാണ് ഇമാതിരി അറിവൊക്കെ കൊണ്ടുവരുന്നത്? ഈ തൽക്കാലമുണ്ടല്ല, സർക്കാരിനെ നഷ്ടം വിട്. എണ്ണ കമ്പനികള് നമ്മളെ മൂത്തജി ഭരിക്കുമ്പം എണ്ണ കമ്പനികൾക്ക് എന്തിന് കുത്തക മുതലാളിമാർക്ക് നഷ്ടം സംഭവിക്കാനോ? നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാല് നമ്മളെ മൂത്തജി വെറുതെ ഇരിക്കാനോ? നീ എന്ത് വർത്താനാ പറയുന്നത്? നമ്മളെ മൂത്തജീന്റെ ഭരണത്തിന്റെ കീഴിലുണ്ടല്ല, ഒരു കുത്തക മുതലാളിക്കും ഈ രാജ്യത്ത് ഒരു നഷ്ടം സംഭവിക്കില്ല. സാധാരണക്കാരുണ്ടല്ല, സാധാരണ ജനങ്ങളുണ്ടല്ല, പണ്ടാരടങ്ങും. ജീവിക്കാൻ വേണ്ടിയിട്ടല്ല ഈ രാജ്യത്ത് കഷ്ടപ്പെട്ട് പണ്ടാരടങ്ങും. എന്നാലും കുത്തക മുതലാളിമാർക്ക് ഒരു കുഴപ്പവും, ഒരു ഇഞ്ചിന്റെ കുഴപ്പം പോലും നമ്മളെ മൂത്തജി വരാൻ സമ്മതിക്കൂല. നിങ്ങൾ കണ്ടില്ലേ, പെട്രോൾ കമ്പനികൾക്ക് നഷ്ടം വരുന്ന അറിഞ്ഞ പാട് 10 രൂപയുടെ നികുതി ഇളവാണ് നമ്മളെ മൂത്തജി കൊടുത്തത്. പക്ഷെ ഈ സംഭവം അറിയാത്ത സംഖ്യ ഉണ്ടല്ലോ, അന്ന് അടിച്ചുവിട്ട് ഇതാ 10 രൂപ പെട്രോളിനും ഡീസലിനും കുറയാൻ പോകുന്നത്, സാധാരണക്കാർക്ക് 10 രൂപ കുറയാൻ പോകുന്നതെന്ന്. കുറച്ച് കഴിഞ്ഞപ്പാന്ന് ആ സംഖ്യക്ക് പോലും ബോധം വന്നത് അത് നമുക്കല്ല, സാധാരണക്കാർക്ക് 1 രൂപ കുറയില്ല, അത് കുത്തക മുതലാളിമാർക്ക് മാത്രമേ കുറയൂന്ന്. അതുകൊണ്ട് രണ്ട് വേട്ടാവളിയന്മാരോട് ഞാൻ പറയട്ടെ, കുത്തക മുതലാളിമാർക്ക് നഷ്ടം വരുന്ന ഇനി മേലില് നമ്മളെ മൂത്തജി ഭരിക്കുമ്പോൾ ഇനി മേലിൽ അമ്മാതിരി വർത്താനം പറയാൻ പാടില്ല. പിന്നെ നീ വേറൊരു തള്ളും കൂടി തള്ളി. അതായത് ലോകരാജ്യങ്ങൾ മൊത്തം ഇന്ധനത്തിന് വില കൂട്ടിയപ്പം നമ്മളെ രാജ്യം മാത്രം വില കൂട്ടിയില്ല എന്ന്. എടാ മൊണ്ണെ, 20 വർഷം കഴിഞ്ഞിട്ട് കൂട്ടാനുള്ള വിലയിടില്ല. അത് തന്നെ പണ്ടേ മൂത്തജി കൂട്ടി വെച്ചിട്ടാ ഉള്ളത്. അതായത് 20 വർഷം കഴിഞ്ഞിട്ട് കൂടാനുള്ള വിലയാണ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത്. എന്നിട്ടാണ് ഇമ്മാതിരി തള്ളു നീ ഇവിടെ കിടന്ന് തള്ളുന്നത്. എന്തിന്? ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും വിലയില്ലേ, അതിലും കൂടുതലാണ് ഇന്ത്യക്കാരുണ്ടല്ലോ, സാധാരണ ഇന്ത്യക്കാരൻ പെട്രോളും ഡീസലിനും കൊടുക്കേണ്ടി വരുന്നത്. എന്നിട്ടാണ് ഒരു ചാനല് വന്നിരുന്നത് ഉളുപ്പം താണുമാലാണ് ഈ വാട്ടാവളിയെ തള്ളുന്നത്. കഴിഞ്ഞിട്ടില്ല, ലവന്മാരുടെ തള്ളുണ്ടല്ല, കഴിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ലവന്മാർക്കുണ്ടല്ല ഏതോ സംഖ്യ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി ആണ് ഇമാതിരി വിവരങ്ങളൊക്കെ കിട്ടുന്നത്. അമ്മാതിരി പൊട്ടത്തരാന്ന് ഈ രണ്ടും കിടന്ന് തള്ളുന്നത്. നമുക്ക് ലവന്മാരുടെ തള്ളുണ്ടല്ല കുറച്ചും കൂടി കേട്ടിട്ട് വരാം. നമ്മൾ മറ്റ് പല രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് വെനസ്വേലയിൽ നിന്നോ അടക്കം നമുക്ക് എണ്ണ കൊണ്ടുണ്ടായി വരും. അത് കൊണ്ടുവരുമ്പോൾ അത് കൊണ്ടുവന്ന് പ്രോസസ്സ് ചെയ്യാനുള്ള ചാർജ്, അത് കൊണ്ടുവരുന്ന ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുമ്പോൾ സ്വാഭാവികമായി വലിയ തുക തന്നെ എണ്ണ കമ്പനികൾക്ക് ചിലവാകും. അത് അവർക്ക് സ്വാഭാവികമായി കസ്റ്റമേഴ്സിന് വിധിച്ചു കൊടുത്താൽ പറ്റും അവർക്ക്. അല്ലാതെ ഏതെങ്കിലും ഒരു കമ്പനി നഷ്ടം സഹിച്ചുകൊണ്ട് കസ്റ്റമർക്ക് ഫ്രീ ആയിട്ട് എണ്ണ കൊടുക്കുകയോ ഇല്ല കുറഞ്ഞ റേറ്റിന് എണ്ണ കൊടുക്കുകയോ ചെയ്യില്ല. രാജ്യത്തിന് അതിന്റെ ബാധ്യത താങ്ങാനും കഴിയില്ല. ലോകത്ത് മുൻപും ഇറാൻ ഇറാഖ് യുദ്ധമൊക്കെ ഉണ്ടായപ്പോഴും ഈ പ്രതിസന്ധി വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് നമ്മുടെ രാജ്യത്തിന് വലിയ രീതിയിൽ എഫക്ട് ചെയ്യാൻ അന്ന് ഇത്രയും വണ്ടിയില്ല, വാഹനങ്ങൾ വളരെ കുറവാണ്, ഇത്രത്തോളം നമ്മൾ ഡെവലപ്പ് ആയിട്ടില്ല. അന്നൊക്കെ നമ്മൾ ഈ പൊതു ഗതാഗതത്തെ ആശ്രയിച്ചൊക്കെ മുമ്പോട്ട് പോകുന്ന വലിയ ജനമാണ്. പക്ഷെ ഇന്നൊരു വീട്ടിൽ തന്നെ 3-4 കാറുകളുള്ള അവസ്ഥയാണ്. അതാണ് അദ്ദേഹം കാർപൂളിലേക്ക് പറഞ്ഞ ഒരു കാര്യം. അതായത് ഒരാളുടെ കാറിൽ ഒരു ഓഫീസിലേക്ക് പോകുമ്പോൾ 5 പേര് ഒരു കാർ ഉപയോഗിച്ചാൽ വളരെ നന്നായിരിക്കും. 5 പേര് 5 കാർ പോകുമ്പോൾ ഉണ്ടാകുന്ന ഇന്ധന നഷ്ടം നമുക്ക് കുറയ്ക്കാൻ കഴിയും. അതുപോലെ പൊതുഗതാഗത രംഗം, മെട്രോ ആയാലും ബസ് ആയാലും ഒക്കെ അത് മുമ്പോട്ട് പോവുക എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു കാര്യമാണ്. ഇതൊക്കെ ജനം തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. പെട്രോൾ
നമ്മൾ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു ഇതുണ്ടാകുമല്ലോ എന്ന് ഓരോ ജനവും ചിന്തിക്കേണ്ട മാനസികപരമായ ഒരു മനസാക്ഷിക്കനുസരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ നാളെ ഈ പെട്രോളിന് 110 ആയാലും 120 ആയാലും ആരെങ്കിലും പെട്രോൾ അടിക്കായിരിക്കും? ആരും അടിക്കാതിരിക്കില്ല. അതിപ്പോൾ നമ്മൾ നരേന്ദ്രമോദി തെളിവിച്ചിട്ട് ഒരു കാര്യവുമില്ല. കാരണം ഇങ്ങനെയാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്നുള്ളതാണ് ഒന്ന്. കേട്ടല്ലോ, ഇതിലും വലിയൊരു ന്യായീകരണം, ഇതിലും വലിയൊരു വെളുപ്പിക്കല് എവിടെയും ലോകരാജ്യത്ത് എവിടെയും നിങ്ങൾക്ക് എനിക്ക് കേൾക്കാൻ കഴിയില്ല. പെട്രോളിനും ഡീസലും 110 120 150 അതിനും മുകളിൽ പോകുന്നതാണ് ഈ സംഖ്യകൾ പറഞ്ഞത്. അതിനുണ്ടല്ല, സംഖ്യകൾ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ലെന്നാണ് ഇവന്മാർ പറയുന്നത്. അതായത് അതിന്റെ കുറ്റമുണ്ടല്ല, ആ തെറ്റുണ്ടല്ല നമ്മളെപ്പോലുള്ള സാധാരണക്കാരനാണ് ചെയ്തത്. കാരണം നമ്മൾ ലോൺ എടുത്തും കടം വാങ്ങിയും അധ്വാനിച്ച പൈസയില്ലേ അത് സ്വരം കൂട്ടിയിട്ടും നമ്മൾ വാഹനങ്ങൾ വാങ്ങിയില്ലേ, ആ വാഹനങ്ങൾ വാങ്ങിയതാണ് നമ്മൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ആ വാഹനങ്ങൾ നമ്മൾ വാങ്ങിയതുകൊണ്ടാണ് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായത്. ആ വാഹനങ്ങൾ നമ്മൾ വാങ്ങിയതുകൊണ്ടല്ലേ അതിന് ഡീസലും പെട്രോളും ഒക്കെ നമ്മൾ അടിക്കേണ്ടി വരുന്നത്. അതായത് നമ്മളെപ്പോലുള്ള സാധാരണക്കാര് കഷ്ടപ്പെട്ടിട്ട് ആ വാഹനങ്ങൾ വാങ്ങിയില്ലായിരുന്നെങ്കിൽ പെട്രോളിന്റെയോ ഡീസലിന്റെയോ എന്തെങ്കിലും ആവശ്യം വരുമായിരുന്നോ? നമ്മളെ മൂത്തജിക്കും നമ്മളെ സംഘിക്കണ്ടില്ല ഇതുപോലെ വന്നിട്ട് ന്യായീകരിക്കേണ്ട ആവശ്യം ഉണ്ടാവുമായിരുന്നോ? അതുകൊണ്ട് നമ്മളെപ്പോലുള്ള സാധാരണക്കാരാണ് ഈ അവസ്ഥയുണ്ടല്ല ഈ രാജ്യത്ത് ഈ അവസ്ഥ ഉണ്ടാക്കിയത്. അതായത് ഈ രണ്ട് വേട്ടാവളിയന്മാർ നടത്തിയ ന്യായീകരണം ഉണ്ടല്ല അതുണ്ടല്ല സ്വർണ്ണ ലിപികളിൽ അതുമല്ലെങ്കിൽ തങ്ക ലിപികളിലുണ്ടല്ല അതിൽ എഴുതി വെക്കണം. വരും തലമുറയിലില്ല ഈ ന്യായീകരണം കേട്ട് പഠിക്കണം. ഓർമോസ് കടലെടുക്കന്റെ ഭാഗമായിട്ട് എന്ത് യുദ്ധം ഉണ്ടായാലും നമ്മളെ രാജ്യത്തെ ഒരു തെല്ലും ബാധിക്കൂലെന്ന് തള്ളിവിട്ട വേട്ടാവളിയന്മാരാണ് ഈ രണ്ടെണ്ണവും. അതായത് നമ്മുടെ കയ്യിൽ ഒരുപാട് വർഷത്തേക്ക് വേണ്ട ഇന്ധനങ്ങൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് ഇങ്ങനെ കൂട്ടിക്കിടക്കുന്നതാണ് ഈ രണ്ട് വേട്ടാവളിയന്മാർ കുറെ മുന്നേ തള്ളിയത്. എന്നിട്ട് ഇപ്പൊ പറയാന്ന് ഇന്നലെ ടാങ്ക് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ഒന്നുമില്ല, അതിനകത്ത് പൂച്ച പെറ്റി കിടക്കുന്നു. നിങ്ങൾ ഇമാതിരി തള്ളുന്നല്ല പണ്ട് തള്ളിയത് ചാണക സംഖ്യകളെ. നിങ്ങളെ തള്ളു കേട്ടിട്ടുണ്ടല്ല, തള്ളിന്റെ രാജാവായ ട്രംപ് പോലും തോറ്റുപോയിനി. അതുകൊണ്ട് നിങ്ങൾ ഇപ്പം പറഞ്ഞ ഈ ന്യായീകരണം ഉണ്ടല്ല നിങ്ങളെ ചാണക സംഖ്യകൾ ചിലപ്പോ നിങ്ങളെ ചാണക സംഖ്യകൾ വിശ്വസിക്കുമായിരിക്കും കേൾക്കുമായിരിക്കും. ബോധവും വിവരമുള്ള ഒരാളുണ്ടല്ല നിങ്ങൾ ഈ പറഞ്ഞ പൊട്ടത്തിലോട്ടില്ല കേൾക്കൂല വിശ്വസിക്കൂല. ഒന്നുമില്ലെങ്കിൽ പെട്രോളിനും ഡീസലിനും 50 രൂപയാക്കെന്നും പറഞ്ഞിട്ട് കാളവണ്ടിയും കുതിരവണ്ടിയായിട്ട് തള്ളി നടന്ന നമ്മൾ ഉള്ളിസുരന്റെ പാർട്ടിക്കാരല്ലേ നിങ്ങൾ രണ്ടാളും. എന്നിട്ട് നിങ്ങൾ തന്നെ പറയാന്നല്ലേ പെട്രോളിനും ഡീസലിനും വില ഇങ്ങനെ കൂടി പോകുന്നു. ഇവരുടെ ന്യായീകരണം കേൾക്കുമ്പോ എനിക്കെന്താ തോന്നറിയാം, പെട്രോളിനും ഡീസലിനും വില ഉണ്ടല്ല 150 നിൽക്കൂല, ഡബിൾ സെഞ്ചുറി അടിക്കും. ചിലപ്പോ ഉണ്ടല്ല ട്രിപ്പിൾ സെഞ്ചുറി വരെ അടിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അങ്ങനെ ട്രിപ്പിൾ സെഞ്ചുറി അടിച്ചാലും സംഖ്യകളെ നിങ്ങൾ ന്യായീകരണമായിട്ട് ഒരു എളുപ്പം നാണുമാലടി ഇമാതിരി ന്യായീകരണമായിട്ട് ഇനിയും വരണം കേട്ടാ. കാരണം നിങ്ങളെ പോലത്തെ ചാണക സംഖ്യകൾ പശുവിന്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ചിട്ടാണല്ലോ വാഹനം ഓടിക്കുന്നത്. ഇനി അങ്ങോട്ടുണ്ടല്ല ചാണകവും മൂത്രവും തന്നെ നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യും. അതായത് നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടല്ല അത് തന്നെ ആകും. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു കുഴപ്പമുണ്ടാവില്ല. അതായത് ഈ വിലക്കയറ്റൊന്നും നിങ്ങളെ ബാധിക്കാൻ സാധ്യതയില്ല. സാധാരണ ജനങ്ങളില്ലേ അവരെ മാത്രമേ ഇത് ബാധിക്കൂ. അതുകൊണ്ട് ഇനി അങ്ങോട്ടുണ്ടല്ല ചാണകവും മൂത്രമൊക്കെ ഭക്ഷിച്ചിട്ട് ഇമാതിരി ന്യായീകരണമായിട്ട് ഇനിയും വരണം കേട്ടാ. അപ്പൊ ഒരു 1.5 ന്യായീകരണമായിട്ട് വന്ന ചാണക സംഖ്യക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.